ഭരണപക്ഷത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച രമേശ് ചെന്നിത്തലയെ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ തള്ളുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നിൽ നിന്ന് കുത്തുന്നതും അതിന് പിന്നാലെയാണ് അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറി പിന്നീട് വി.ഡി. സതീശൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ അന്നേ പറഞ്ഞിരുന്നതല്ലേ, അന്ന് എന്നെ ആരും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ മസാല ബോണ്ടിന് ഈ പറഞ്ഞ ലാവ്ലിൻ കേസുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ അതേ കാര്യം ഇന്ന് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും പിന്നീട് ശരിവെക്കുന്ന തരത്തിലാണ് പോകുന്നത്. അതിപ്പം സ്പ്രിംഗ്ലർ അഴിമതിയാണെങ്കിലും വെടിയുണ്ട അഴിമതിയാണെങ്കിലും ലാവലിൻ കേസുമായി മസാല ബോണ്ട് കേസിന് ബന്ധമുണ്ടെന്നായാലും, അതേപോലെ ഒരുപാട് ആരോപണങ്ങൾ ആംബുലൻസുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ പോലീസുകാർക്ക് കൃത്യമായി പിരിച്ചുവിട്ട കണക്കുമായി ബന്ധപ്പെട്ടത്, ഇതെല്ലാം തന്നെ അദ്ദേഹം റിസർച്ചൊക്കെ ചെയ്ത് എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വരും. അവസാനം പാർട്ടിക്ക് എത്തുന്ന പിന്തുണ കിട്ടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം പെരുവഴിയിലായി പോകുന്ന അവസ്ഥയാണ്. നോക്കൂ, ഇന്ന് അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കണം. മസാല ബോണ്ട് ഇടപാടിന്റെ ലാവലിൻ കേസുമായി ബന്ധമുണ്ടെന്ന് രമേശ് ചെന്നിത്തല വീണ്ടും അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. സാഹചര്യം അപ്പോഴാണ് ഈ വാർത്ത വീണ്ടും ജനങ്ങളിലേക്ക് എത്തുമ്പോൾ പണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം അല്ല, അതൊരർത്ഥത്തിൽ നോക്കിയാൽ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവില്ലായ്മ തന്നെയാണ്. കാരണം ഇദ്ദേഹത്തെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പിന്നാലെ പോകാതെ മറ്റു പല കാര്യങ്ങൾക്കും പോവുകയും ഇദ്ദേഹം ഇതിനെ തെളിയിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ ഒന്നുമല്ലാതെ ആക്കി തീർക്കുന്ന ഒരു കോൺഗ്രസിന്റെ ഒരു അല്ല ഹർഷ, അത് മനസ്സിലാക്കണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ NV ഗോവിന്ദന്റെ പേരുകൾ ഒരു പറ്റം ആൾക്കാരുടെ പേരുകൾ അടങ്ങിയ ഒരു കത്ത് വിവാദം CPM-ൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കത്ത് വിവാദത്തിന്റെ ഭാഗമായി ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്നോ ഇത്തരത്തിലൊരു ചർച്ചയിൽ അബിൻ വർക്കി ഈ കാര്യം അന്ന് ഉന്നയിച്ചിരുന്നു, ആ വിഷയം ഉന്നയിച്ചിരുന്നു. അപ്പോഴും ഇത് പഴയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നോക്കൂ, അതിൽ കൃത്യമായി കഴിഞ്ഞ 2 വർഷത്തിൽ തോമസ് ഐസക്ക് ED നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതിനെ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്ന്. കിഫ്ബി മസാല ബോണ്ടിലൂടെ നേടിയ വിദേശ വായ്പ വക മാറ്റിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നുള്ളതാണ് ED ഇപ്പോ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട്. ഇന്നലെ എന്താണ് പറഞ്ഞിരുന്നത്? വിശദീകരണം നൽകണം, നേരിട്ടോ അല്ലാതെ വിശദീകരണം നൽകണം. അപ്പോ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെയും കിഫ്ബി CEO KM എബ്രഹാമിന്റെയും അറിവോടെ ആയിരുന്നു എന്നും ED പറയുന്നുണ്ട്. മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു നീക്കം നടക്കില്ല എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത്രയും ആഴത്തിലിറങ്ങി പഠിക്കേണ്ട ഒരു വിഷയമാണ്. മസാല ബോണ്ട് നേടിയ വിദേശ വാണിജ്യ വായ്പ ഉപയോഗിച്ച് 5000 ഏക്കറിലേറെ ഭൂമി വാങ്ങിയെന്നും ഇതിൽ ഫെമ ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായെന്നുമായിരുന്നു EDയുടെ കണ്ടെത്തൽ. അതേപോലെ ഭൂമിക്കായി 466 കോടി രൂപയാണ് ചെലവിട്ടത്. ഇടപാടിന്റെ വിവരങ്ങൾ റിസർവ് ബാങ്കാണ് EDക്ക് കൈമാറിയത്. അപ്പൊ കൃത്യമായ അന്വേഷണം നടത്തിയതിന്റെ പേരിൽ അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ EDക്ക് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, കഴിഞ്ഞ 2 ദിവസമായി രാഹുൽ മാങ്കൂട്ടം വിഷയം ഇത്തരത്തിൽ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഇട്ടുകൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ഇത് അഡ്രസ്സ് ചെയ്യപ്പെടില്ല എന്ന് കൃത്യമായിട്ട് CPM-നോ CPM-ലെ ഈ PR ടീമുകൾക്കോ ഇത് അറിയാമായിരിക്കും. ഇത് ബാധിക്കുന്നില്ല. മകന്റെ വിഷയം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു. അതായത് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ ED നോട്ടീസ് ലഭിക്കാത്തതായിട്ട് ഭാര്യയ്ക്ക് മാത്രമേ, ആരും എഴുതിയ നല്ലൊരു വാർത്തയായിരുന്നു അത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മകൾക്ക് ED നോട്ടീസ് ഉണ്ട്, SFIO കേസ് ഉണ്ട്. അതേപോലെ തന്നെ മകന് ഇത്തരത്തിൽ ED നോട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ ED നോട്ടീസ് ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇതിന് ഒരിക്കലും BJP-യുമായിട്ടുള്ള അന്തർധാര സജീവമാണ്. അതുകൊണ്ട് BJP ഇപ്പോൾ CPM-നെ കഴിവിടില്ല, അവർ BJP-യായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ED നോട്ടീസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി കഴിഞ്ഞ ദിവസം എന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, BJP ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, പറഞ്ഞ വാക്കൊന്നും മാറ്റരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് CPM-നെ ഒന്ന് ഓർമ്മപ്പെടുത്തലുകളായിട്ട് മുന്നോട്ട് വരികയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, എന്തേ നോട്ടീസ് വരാത്തത് എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി മാത്രമാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന പല നേതാക്കന്മാരെയും നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ കണക്കുകൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇത്രയും വർഷങ്ങളിലെ ഒരു പ്രവർത്തനത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 4.5 ലക്ഷം കോടിയിലധികം രൂപയാണ് കടം എടുത്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു പിണറായി വിജയന്റെ ഭരണത്തിൽ, അല്ലെങ്കിൽ ആദ്യത്തെ 5 വർഷത്തോളം കേരളത്തിൽ ആവശ്യത്തിനുള്ള ഈ പറയുന്ന വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു 2ാം ടേമിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ ടേമിലുണ്ടായിരുന്ന കുറെ മന്ത്രിമാര്
മാറി ആ ഒരു സ്ഥാനത്തേക്ക് മറ്റു പലരും റീപ്ലേസ് ചെയ്തപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ അവിടെ ഉണ്ടോ എന്ന് പോലും സംശയമുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കറിയാം ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആരോഗ്യ മേഖല, ഇന്നിപ്പോൾ വീണ ജോർജ് ആരോഗ്യ മേഖലയിൽ മന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്നുള്ളത്. അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്ററുടെ കാര്യത്തിലാണെങ്കിലും അന്നൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണോ കേരളത്തിൽ നടന്നിട്ടുള്ളത് അതിനെല്ലാം നേരെ തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നേരെ കോൺട്രഡിക്ടർ ആയിട്ടാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു അഴിമതി അന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയി. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാനായിട്ട് കഴിയാത്തൊരു സാഹചര്യമാണെന്ന് CPM അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നവരും പോലീസുകാരും പറയുന്നു. കേരളത്തിൽ ഒരു MLA ആഭ്യന്തര വകുപ്പിന് ഞാൻ പറയുന്നത് കൃത്യമായി ഇത് ഇട്ടുകൊടുത്ത പ്ലാൻ ചെയ്ത വാർത്തയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു CCTV ഇല്ലാത്ത വഴിയിലൂടെ കടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കാർ നമ്പർ അറിയാത്ത, വ്യക്തികൾ അറിയാത്ത, അല്ലെങ്കിൽ ആരുടെ വണ്ടിയാണെന്ന് അറിയാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ, അതായത് അന്തർ സംസ്ഥാനത്ത് പോയി പോലീസുകാർ പിടിച്ചുകൊണ്ട് വരുന്ന സംവിധാനത്തിൽ അത് മറയ്ക്കാൻ ഇവർ തമ്മിൽ രാഷ്ട്രീയപരമായ സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടോ എന്ന് ഇന്നലെ 2 ദിവസമായി ഉയർന്നു വരുന്ന ചർച്ചകൾക്ക് സംശയം നൽകുന്ന, അത്തരത്തിൽ ആർജവം നൽകുന്ന, ആ സംശയങ്ങൾ സാധൂകരിക്കുന്ന ജനങ്ങളുടെ സംശയങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള കൃത്യമായ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്തുകൊണ്ട് ഒരു MLA 4 ദിവസമായി പിടിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ തന്നെ ജനശ്രദ്ധ തിരിയിക്കാൻ വേണ്ടി ഇവർ അവരെ തന്നെ ബലിയാട് കൊടുത്തുകൊണ്ട് ഒരു വാർത്തകൾ ഇട്ടുകൊടുക്കാൻ CPM അത്തരത്തിൽ വാർത്തകൾ ഇട്ടുകൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എന്താണ് ഇവർ തമ്മിലുള്ള പൊളിറ്റിക്കൽ സെറ്റിൽമെന്റുകൾ? ഇത് യഥാർത്ഥത്തിൽ ഒരു ചെസ് കളിയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പൊട്ടന്മാരാകുന്നത് ശരിക്കും ജനങ്ങൾ തന്നെയാണ്. പൊതുജനം ഇവരുടെ ഈ ഒരു കളികൾ കണ്ട് ആർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, അല്ലെങ്കിൽ ഇനി ആരെ വിശ്വസിക്കണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും 4 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു വ്യക്തിയെ, പൊതുജനം അറിയുന്ന ഒരു വ്യക്തിയെ പിടിക്കാൻ സാധിച്ചില്ല. പോലീസിന്റെ മുക്കിൻ തുമ്പിൽ വന്നു പോയിട്ട് പോലും പിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ പോലീസുകാരുടെ ഒരു കഴിവുകേട് തന്നെയാണ്. നമുക്ക് ഒരിക്കലും അല്ലെന്ന്. പിന്നെ ഇവരൊരു ദിവസം തീരുമാനിച്ചിട്ടുണ്ട്. ആ ദിവസം ഇവർ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ചിരിക്കും. ആ ഒരു ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനോട് അടുത്ത് ഈ ഒരു വാർത്തകളെല്ലാം കത്തി നിൽക്കണമെങ്കിൽ ഇത്രയും ഗ്യാപ്പ് കൊടുത്തേ തീരൂ എന്നുള്ളത് CPM കൃത്യമായി അറിയുന്നത് തന്നെയാണ്. ആ ഒരു സമയത്തോട്ട് പ്രതീക്ഷിക്കാതെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ ഒരു ED നോട്ടീസ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ED നോട്ടീസ് വന്നില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഭാഗമായി വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യുന്നതാണെന്ന് ജനങ്ങൾ സംശയിച്ചാൽ അതിൽ ഒരു തെറ്റും പറയാനാകില്ല. ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പോലുള്ളൊരു MLA ട്രാക്ക് ചെയ്യാൻ കഴിയാത്തത്. ഇത് കൃത്യമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്നൊരു സാഹചര്യമല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ജനങ്ങൾ ചോദിക്കുന്നിടത്ത് എവിടാണ് നമുക്ക് തെറ്റ് പറയാനാവുക?